എന്തു പറ്റി? എന്താ വിജി ഇത്? നിനക്കാരും ഇവിടെ ഒരു മനസമാധാനം തരുന്നില്ലല്ലോ. ഇതിനെല്ലാം കാരണം നിന്റെ ഏട്ടത്തെയും അതുപോലെ ആ വൃത്തികെട്ട സന്തോഷ് മാധവനും ചേർന്നിട്ടാവും. നീ അവരെ രണ്ടുപേരെ സൂക്ഷിക്കണം വിജി. നിന്നെ ഈ അവസ്ഥയെ കാണാൻ എനിക്ക് സാധിക്കില്ല വിജി. അതിലപ്പുറം ഇവര് പറയുന്നതെല്ലാം കേട്ടിട്ട് ആ ഓണറും കൂടി നിന്നെ വിളിച്ചെപ്പോഴും വഴക്കും പറയാ. ഇതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടോണ്ടായിരുന്നു. ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല വിജി. ഇതിനെല്ലാം ഒരു ദിവസം മാറ്റം ഉണ്ടാവും. നീ വിഷമിക്കല്ലേ. എനിക്കിവിടെ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല യമുനെ. എന്റെ ജോലി നോക്കി ആരും ഉപദ്രവിക്കാതെയല്ല ഞാൻ ജീവിക്കുന്നത്. എന്തിനാ എപ്പോഴും ഇവരിങ്ങനെ എന്നെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിടുന്നത്? ആ ഡ്രസ്സിൽ എങ്ങനെയാ മഷി വീണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഞാൻ പറയുമ്പോ ആരും സമ്മതിക്കുന്നുമില്ല. കടയുടെ ഓണറും ഈ ഇടയായിട്ട് എന്നെ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. ഒരു മുതലാളി തൊഴിലാളി പറയുന്നത് കേൾക്കണം. കേൾക്കുന്ന കാര്യങ്ങളൊന്ന് അന്വേഷിക്കെങ്കിലും ചെയ്യണം. ഞാനങ്ങനെ ചെയ്തോന്ന് അദ്ദേഹം ആലോചിക്കുന്ന പോലുമില്ല. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കാം. ശരി, അത് വിട്. ഞാൻ വീട്ടിലേക്ക് പോട്ടെ. നിലമോൾ അവൾക്ക് വേണ്ടി സൈക്കിള് കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയായിരിക്കും. ഞാൻ പോയിട്ട് വരാം. ഒരുപാട് ആഗ്രഹിച്ച സൈക്കിൾ ഞാൻ വാങ്ങി വെച്ചതാണല്ലോ. അതെവിടെ പോയി? ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. എവിടെ പോയി? അത് കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. എന്താ? എന്റെ മോൾക്ക് വേണ്ടി ഞാൻ സൈക്കിൾ വാങ്ങി വെച്ചിരുന്നു. അത് ഞാൻ ഇവിടെ വെച്ചിരുന്നത്. പക്ഷെ അതിപ്പോ എവിടെ പോയെന്ന് അറിയില്ല. നിങ്ങളത് എവിടെങ്കിലും കണ്ടോ? എന്താന്ന്? നിന്റെ മോളുടെ സൈക്കിൾ കാണുന്നില്ലെന്നോ? അതെന്താ, വല്ല ബുള്ളറ്റോ സ്കൂട്ടറോ ആണോ ഞാൻ എടുത്ത് ഓടിക്കാൻ വേണ്ടിട്ട്? സൈക്കിൾ വെച്ച് കളിക്കേണ്ട പ്രായം എനിക്ക് അല്ല. എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം. ഞാൻ ഈ വെയിറ്റും വെച്ച് ആ സൈക്കിളിൽ ഇരുന്ന് അത് താങ്ങുവോ? അതെടുത്തോണ്ട് പോയി ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ അതെങ്ങാനും. ഓ ദേ നോക്ക്, എനിക്ക് അല്ലെങ്കിലേ ഒരുപാട് ജോലിയുണ്ട്. നീ എന്നിട്ട് മോക്ക് സൈക്കിൾ വാങ്ങിച്ചോ സ്കൂട്ടർ വാങ്ങിച്ചോ ഇനി പ്ലെയിൻ മേടിച്ചോ എന്നൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒരുപാട് പേര് വന്നു പോകുന്ന ഈ കടയില് നിന്റെ സൈക്കിൾ കൊണ്ടുവച്ചാ പിന്നെ എന്ത് ചെയ്യാനാ? വന്നവരാരെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ഇല്ല, അത് മാഡം എന്തു പറ്റി മാഡം? അവളുടെ മോൾക്ക് പുതിയ സൈക്കിൾ വാങ്ങിച്ചു വെച്ചെന്ന് അതിപ്പോ കാണുന്നില്ല. ഞാൻ എങ്ങാനും എടുത്ത് ഓടിച്ചോന്ന് എന്നോട് ചോദിക്കാ ഇവള്. ചിരിയാ എനിക്ക് വന്നത്. അതാ നിന്റെ സൈക്കിൾ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്. നീ എങ്ങനെ കണ്ടോ സന്തോഷ് മാധവ? മാഡം, എന്റെ കയ്യിലത്തിന് ബൈക്ക് ഉള്ളതല്ലേ മാഡം. ബൈക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ മോളുടെ സൈക്കിൾ എടുത്ത് ചിലപ്പോ ഞാൻ വരെയും പോയും ചെയ്തേനെ അല്ലേ? ദേ നോക്ക്, ഇവിടെ എല്ലായിടത്തും പോയി അന്വേഷിക്കേ. അതും പോരെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്ക്. അവരന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. ഞാൻ പോവാൻ നോക്കട്ടെ. പിശാചുക്കളും കൂടെ എന്താ പറഞ്ഞേ? ഒന്നുമില്ല യമുനെ. നിലമോൾക്ക് വാങ്ങി വെച്ച സൈക്കിള് ഞാൻ ഇവിടെയാ വെച്ചിരുന്നത്. അതിപ്പോ എവിടെ പോയെന്ന് കാണുന്നില്ല. അയ്യോ, നീ എന്താ ഈ പറഞ്ഞേ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ പോയി നോക്കാം. നീ വെയിറ്റ് ചെയ്യേ. ഇവിടെ കാണാനില്ലല്ലോ വിജി. ശരി, വിട് യമുനെ. വേറെ ആരെങ്കിലും അത് എടുത്തോണ്ട് പോയതായിരിക്കും. ഈ സമയത്ത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഞാനത് നോക്കിക്കൊള്ളാം. വിട, ഞാൻ പോട്ടെ.